പൃഥ്വിരാജിന്റെ പേരിൽ ഒരുപാട് കേസുകളുണ്ടെന്നും അതുപോലെ വാഹനങ്ങളുടെ പേരിൽ ഇക്കഴിഞ്ഞ റെയ്ഡൊക്കെ തന്നെയും പൃഥ്വിരാജിന്റെ പേരിലും ഉണ്ടായിരുന്നു എന്നും പൃഥ്വിരാജിന്റെ പക്കൽ നിന്ന് വാഹനങ്ങൾ പിടിച്ചെടുത്തു എന്നൊക്കെ തരത്തിലുള്ള വാർത്തയുണ്ടായിരുന്നു. എന്നാൽ നടൻ അമിത് ചിക്കാലയ്ക്കൽ ഞെളമക്കര പൊറ്റിക്കുഴിയിൽ വീട്ടിൽ കസ്റ്റംസ് പരിശോധന നടത്തുകയും അതുപോലെ വാഹനത്തിന്റെ കാര്യങ്ങൾ ചോദിച്ചുവെങ്കിലും പൃഥ്വിരാജിന്റെ വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും വാഹനം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും വലിയ വാർത്ത. പൃഥ്വിരാജിന്റെ പേരിൽ വാഹനങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പൃഥ്വിരാജ് അത്തരത്തിൽ വാഹനങ്ങൾ എത്തിച്ചിരുന്നുവെന്നുമൊക്കെ ആയിരുന്നു വാർത്തയിൽ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. എന്നാൽ അതിനെ ചുറ്റിപ്പറ്റി തന്നെ ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നുണ്ടെന്നും കൃത്യമായി തന്നെ പറയുന്നുമുണ്ട്. പ്രേക്ഷകരെല്ലാവരും കൃത്യമായി പറയുന്ന വാർത്തകൾ എടുത്തു നോക്കിയാൽ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും പറയുന്ന ചർച്ചകൾ തന്നെയാണ് ഇതിൽ അറിയാൻ സാധിക്കുന്നത്. മല്ലിക തിരുവനന്തപുരത്തും സുപ്രിയ മകളോടൊപ്പം ചെന്നൈയിലും താമസിക്കുകയാണെന്നും പൃഥ്വിരാജ് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായുള്ള തിരക്കിലാണെന്നും അറിയാൻ സാധിക്കുന്നു. കഴിഞ്ഞ ദിവസം കല്യാണിന്റെ നവരാത്രി ആഘോഷത്തിൽ പോലും സുപ്രിയ ഒറ്റയ്ക്കാണ് എത്തിയത്. മകളെയും കൊണ്ട് അല്ലെങ്കിൽ മകളെ എവിടെയും തന്നെ കൊണ്ടുപോകാറില്ലാത്ത ഈ താരകുടുംബം പൃഥ്വിരാജും സുപ്രിയയും മാത്രമായിട്ടായിരുന്നു എത്താറുണ്ടായിരുന്നത്. എന്നാൽ അങ്ങനെയും എത്താത്തതിനെ തുടർന്ന് തന്നെയാണ് എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ചോദിക്കുന്നതെന്നും പറയാം. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ പൃഥ്വിരാജിന് ഇത്തരത്തിലൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാകും.